വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നവമി നൽകും. അത് ഇന്നലെ നടന്ന ഒരു കൂടിക്കാഴ്ച സംബന്ധിച്ചാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറോ മലബാർ സഭയുടെ പിന്തുണ തേടി VD സതീശൻ സിനഡ് നടക്കുന്ന സഭാസ്ഥാനത്ത് ബിഷപ്പുമാരുമായി പ്രതിപക്ഷ നേതാവ് കൂടിക്കാഴ്ച നടത്തി. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉൾപ്പെടെയുള്ള ബിഷപ്പുമാരുമായാണ് ചർച്ച നടത്തിയത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ പരിഹാരം വേണമെന്ന് സഭാ നേതൃത്വം സതീശനോട് ആവശ്യപ്പെട്ടു. സഭയുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് VD സതീശൻ ഉറപ്പു നൽകി. നവമി വിവരങ്ങൾ നൽകും. നവമി, അതീവ രഹസ്യമായ ഒരു കൂടിക്കാഴ്ച, ഔദ്യോഗിക വാഹനം ഒഴിവാക്കി പ്രതിപക്ഷ നേതാവ് എത്തി 1 മണിക്കൂറോളം രാത്രി അവിടെ ചെലവഴിച്ച് ചർച്ച നടത്തുമ്പോൾ സ്വാഭാവികമായും അതിന് പ്രത്യേകതകൾ കൂടുതലാണ്. ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ അതൃപ്തി കഴിഞ്ഞ ദിവസമാണ് സഭ പ്രത്യക്ഷമായി തന്നെ പ്രകടിപ്പിച്ചത്. അതിനു പിന്നാലെ നടക്കുന്ന ഈ കൂടിക്കാഴ്ചയാവുമ്പോൾ ഇരുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉറപ്പുകളൊക്കെ നൽകിയിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, സാധാരണ ഈ രാഷ്ട്രീയ നേതാക്കൾ ബിഷപ്പ് ഹൗസിൽ ചെന്ന് ബിഷപ്പുമാരെ കാണുന്നത് പുതിയ സംഭവമല്ല, അത്രയേറെ വാർത്തയാകേണ്ട കാര്യവുമില്ല. പക്ഷേ ഇവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ സന്ദർശനമാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇതിനു മുൻപ് പോലും പ്രതിപക്ഷ നേതാവിൻ്റെ ചില പരാമർശങ്ങൾ, ഈ മതമേലധ്യക്ഷന്മാരുമായിട്ടുള്ള രഹസ്യ കൂടിക്കാഴ്ചകൾക്കൊന്നും താല്പര്യം പ്രകടിപ്പിക്കാത്ത ആളാണ് താൻ എന്ന തരത്തിലുള്ള പല പരാമർശങ്ങളും പ്രതിപക്ഷ നേതാവ് നേരത്തെ നടത്തിയിരുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് VD സതീശന്റെ ഈ രഹസ്യ കൂടിക്കാഴ്ച എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി 9:30 ബിഷപ്പ് ഹൗസിൽ എത്തുന്നത്. അതും ഈ സിനഡ് നടക്കുമ്പോൾ മറ്റ് ആരെയും, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരാരെയും തന്നെ ബിഷപ്പുമാർ കൂടിക്കാഴ്ച നടത്തുവാനോ അല്ലെങ്കിൽ അവരെ ക്ഷണിക്കുകയോ ഒന്നും തന്നെയില്ല. കാരണം അത്രമാത്രം അവരുടേതായിട്ടുള്ള, അതായത് ഈ സിനഡ് എന്ന് പറയുന്നത് സഭാ മേലധ്യക്ഷന്മാരുടെ, അതായത് ബിഷപ്പുമാരുടെ മാത്രമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ്, അവരുടെ മാത്രമായിട്ടുള്ളൊരു യോഗമാണ് ആ സമയത്ത് നടക്കുന്നത്. അവിടെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സന്ദർശനം. എന്തായാലും ബിഷപ്പുമാർ ക്ഷണിച്ചിട്ടല്ല VD സതീശൻ പോയത്, പകരം അവരെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി 9:30 VD സതീശൻ അവിടെ എത്തുകയും 10:30 1 മണിക്കൂറിലേറെ നേരം കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് VD സതീശൻ തിരിച്ചു പോയത്. ഒപ്പം അത്താഴ വിരുന്നിൽ കൂടി പങ്കെടുത്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ സഭയുടെ ഒരു പിന്തുണ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് VD സതീശന്റെ ഈ സന്ദർശനം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നാണ്. ഇതിൽ ഈ ബിഷപ്പുമാർ, അതായത് സഭ നേരിടുന്ന പ്രശ്നങ്ങൾ, ചില ആശങ്കകൾ, ഇതെല്ലാം പ്രതിപക്ഷ നേതാവുമായി പങ്കുവച്ചു. തങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഈ സഭയുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗം നേരിടുന്ന ആശങ്കകളും അവർ നേരിടുന്ന പ്രതിസന്ധിയും എല്ലാം പരിഹരിക്കുമെന്ന ഉറപ്പ് നൽകിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവിടെ നിന്നും ഇറങ്ങിയത്. ഒപ്പം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾക്കുള്ള നിർദ്ദേശം തേടിയിട്ടുമുണ്ട്. ഭിന്നശേഷി അധ്യാപക നിയമനം, വന്യജീവി ആക്രമണം, കാർഷിക വിഷയങ്ങൾ എന്നിവയെല്ലാം പരിഗണിക്കണമെന്നാണ് സഭയുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും പരിഹരിക്കണമെന്നുകൂടി VD സതീശനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏറെ നിർണായകമായുള്ള ഒരു കൂടിക്കാഴ്ച തന്നെയാണ്. മറ്റൊന്ന്, തൻ്റെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് മറ്റൊരു കാറിൽ രഹസ്യമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ബിഷപ്പ് ഹൗസിലെത്തി ബിഷപ്പുമാരെ കണ്ടത്. ശ്രീജ. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.